പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവേ, ദൈവപൈതന്മാർ ഈ ഭൂമി ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ ഞായറാഴ്ച എങ്ങനെയാണ് ഉപയോഗിക്കുക? പണ്ട് പരസ്നേഹ പ്രവൃത്തികളും ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലും ഞായറാഴ്ച ജീവിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചയാണ് എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസം. അപ്പം അങ്ങനെ കുടുംബത്തെ പ്രാക്കപ്പെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണം എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ നാശം പിടിച്ചൊരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നതാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല. പക്ഷേ എല്ലാ പാപികളും അവർ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുമുണ്ട്. എന്നാലും നീ അവിടെ നിൽക്കണം, കുറച്ച് നിൽക്കണത്രയും കാലം നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്ന് ബോധം നിനക്കുണ്ടാവണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കുടുംബ ദൗത്യത്തിനായി പോകുന്നവരെ, ജീവിത ദൗത്യത്തിനായി പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പരക്കം പാഞ്ഞ് പരിവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവരെ എല്ലാം സന്ധിക്ക് സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ. നിനക്ക് പ്രാർത്ഥന മങ്ങിപ്പോയവരെ, പ്രാർത്ഥന തളർന്നു പോയവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിച്ചിട്ട് അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവർ, വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തരും പോകാൻ പറ്റാത്ത, ഇങ്ങനെ കാണാത്ത കര കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പം ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെങ്കിലും ചത്താൽ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെരുക്കിയും അതുപോലെ തന്നെ പൊറുത്തും പല്ലുകടിയും കരച്ചിലും കാണിച്ചുകൊണ്ട് കർത്താവിന് മറത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ, അവിടെ എല്ലാം ഞായറാഴ്ച കർത്താവിൻ്റെ കൃപയിൽ ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും
സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ടാർജറ്റിങ്, കമ്പനിക്കാർ ടാർജറ്റ് കൊടുക്കത്തില്ലേ? ചില ആൾക്കാർ പറയും, അച്ഛാ ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ അച്ഛാ എന്ന് പറയും. ഏത് ഓരൊക്കെ ബാങ്കിന് വേറെ ഞാൻ പറയണില്ല, ആ ബാങ്കിൽ ഞാൻ പോയി. എന്താ എൻ്റെ അച്ഛാ ടാർജറ്റ് ആരെക്കൊണ്ട് താങ്ങും? അപ്പം ഞാൻ മടുത്തെന്ന് പറയും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ടാർജറ്റ് ഉണ്ട്. എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദയപൈതൽ. ഇപ്പം നമുക്ക് വെറുപ്പ് തോന്നും, അപ്പം അവർ നമ്മൾ ന്യായമായിട്ടൊക്കെ പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറയും, വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിന് ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എക്വിപ്ഡാവും, ആംഡാവും, നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ടാർജറ്റ് എന്താണ്? സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും, ഇപ്പം ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണമല്ലേ? കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ? അപ്പം ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്താലും എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? പല്ലുവേദന, എനിക്ക് 2-3 ദിവസം വേദന ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ പല്ലിട്ട് കൊണ്ട്, അപ്പോൾ എക്സ്ട്രാ വന്ന വേദനയാണ്. വേദന 2-3 ദിവസമായിട്ട് എനിക്ക് വേദന ഉണ്ട്, പല്ലുവേദന ഉണ്ട്. ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ പല്ലിന് ആ വേദനയുള്ള പല്ലെ വെച്ച് കടി കിട്ടി. അത് ഇറച്ചിയായാലും വേറെ എന്ത് സാധനം കടിച്ചപ്പോൾ അവിടെ വേദന എടുത്ത്. ഇപ്പോൾ എക്സ്ട്രാ വേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതായി. അപ്പോൾ അത് വേദനയായി. എക്സ്ട്രാ വരുന്ന വേദനയാണ് വേദന എന്ന് പറയണത്. അപ്പോൾ എക്സ്ട്രാ വരണ എന്ത് ചെയ്യാവുന്നവരുടെ എക്സ്ട്രാ വരുന്ന വേദന എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ സഹനങ്ങളോട് കൂട്ടിച്ചേർക്കുക. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. മത്തായി 5:47 എടുത്തേ.
സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യമായാലും ശരി, ചൊല്ലുന്ന കാര്യമായാലും ശരി, വേദനയായാലും ശരി, എക്സ്ട്രാ വരുന്നതിനാണ് മാർക്കുള്ളത്. മനസ്സിലായില്ലേ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, അല്ലേ? ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമൊക്കെ ഇരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു 1000 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രായാണ്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വേദന എന്ന് പറയുന്നത്, എക്സ്ട്രാ വരണത്. ഇപ്പം നിങ്ങൾ മര്യാദക്കൊക്കെ ജീവിക്കുന്നു. ഞാനെന്നെ കുഞ്ഞുനാളിൽ ചിലർ പറയും, ഞാൻ കുഞ്ഞുനാളും മുതലൊക്കെ ദൈവത്തെ ഒപ്പിച്ച് പള്ളിയൊക്കെ പ്രാർത്ഥനയൊക്കെ ജീവിക്കുകയാണ്, പക്ഷേ എനിക്കിത് വന്നല്ല എന്ന് അങ്ങനെ പറയും. ഞാനൊരു മദ്യപാനത്തിനും ഇല്ല, ഞാനൊരു പുകവലിക്കും ഇല്ല, എന്നാലും എനിക്ക് ഫാറ്റ് ലിവർ വന്നല്ല എന്ന് പറയത്തില്ലേ ആൾക്കാർ, പറയത്തില്ലേ അങ്ങനെ? അതായത് ഇതൊക്കെ മദ്യപാനികൾക്ക് വന്ന രോഗമാണ്, ഞാൻ ഇതൊന്നും ഇല്ല, എന്നിട്ട് എനിക്ക് എക്സ്ട്രാ ഒന്നല്ല. എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് റീഡിങ് ആയിട്ടുള്ളത്, കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും. അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എക്സ്ട്രാ വരുന്ന സംഭവം എന്ത് ചെയ്യും? അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു ഗുണമതാണ്. ഇപ്പം എനിക്ക് ഈ കിഡ്നിയുടെ അസുഖമില്ല, ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത്? 24 മണിക്കൂറും കർത്താവിൻ്റെ പേര് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ വേറെ എക്സ്ട്രാക്കൊന്നും വേറെ ഒരു ലിഷറിനൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും. ഇപ്പം ഞാൻ അങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല, പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ. അപ്പോൾ എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് യേശുവിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. മാസത്തിൽ ഒരു 3 പ്രാവശ്യം നീർക്കെട്ടൽ വരും, ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും, കഫമൊക്കെ കെട്ടലുണ്ടാകും. നീർക്കെട്ടൽ ഇങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും, ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും, പിന്നെ അത് പനിയായിട്ട് മാറും. അപ്പോൾ ഒരു സ്വസ്ഥത നമുക്കുണ്ടാകത്തില്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല. എന്താ കാര്യം? ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതായത് നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പിറുപിറുക്കണത്, ഇപ്പം ബൈബിളിലൊരു പിറുപിറുപ്പില്ലേ? എന്താ പറയണത്? ഞങ്ങൾ 11-ാം മണിക്കൂറിൽ വന്ന അവരെ ഞങ്ങൾ 1-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് പിറുപിറുക്കും. അപ്പോൾ എക്സ്ട്രാ ഇവർ എക്സ്ട്രാ ചെയ്തെന്നാണ് പറഞ്ഞത്. 12 മണിക്കൂർ ജോലിയിൽ, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 12 മണിക്കൂർ ജോലിയിൽ അവസാനം വന്നൊരു 1 മണിക്കൂറാണ് ജോലി ചെയ്തത്. പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പിറുപിറുക്കും. ഇത് എക്സ്ട്രായാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒരു എക്സ്ട്രയും സംഭവിക്കത്തില്ല. ഇപ്പം നിൻ്റെ നാത്തുവിനേക്കാളും നിൻ്റെ അനിയത്തേക്കാളും നിൻ്റെ ചാച്ചനേക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനേക്ക് വരവെക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? അതെന്താണ്? അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും, അച്ചാരം മാത്രമല്ല അതിന് മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയാണ്. അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത്. നിനക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്നിലൂടെ ഇപ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പം നിൻ്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇതുകൊണ്ട് പരിഹാരമാകണം. എൻ്റെ പേര് ആശ, ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ശാന്തയാണ് പേര്. ഞങ്ങൾ നെയ്യാറ്റിൻകര വലിയുള്ള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഭർത്താവിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവർ 2021 ഏപ്രിൽ 12-നാണ് ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണം.
ഈശോയെ സ്വീകരിക്കുന്നത് എന്നും അന്ന് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ വന്ന് പറയുമായിരുന്നു, പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഈശോയെ സ്വീകരിക്കണമല്ലോ, എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുമായിരുന്നു. അപ്പോഴത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെയാണ് സങ്കടം വരുന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു, എന്നെങ്കിലും അമ്മയ്ക്ക് ഇത് ആഗ്രഹം സാധിക്കുമെന്ന്. അങ്ങനെ ഡിസംബർ 4-ാം തീയതി, കഴിഞ്ഞ വർഷം ഡിസംബർ 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ പിന്നെ ബ്രദർ ചോദിച്ചായിരുന്നു എത്ര മാസമായി കുമ്പസാരിച്ചിട്ടെന്ന്. അമ്മ പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല, ജ്ഞാനസ്നാനം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ബ്രദർ പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെഴുകുതിരിയൊന്നും തരാൻ പറ്റത്തില്ല, പിന്നെ എങ്കിൽ വേറെ പുസ്തകം വാങ്ങിച്ച് സൈൻ ചെയ്ത് ഇട്ട് വേണം വരാനെന്നൊക്കെ പറഞ്ഞു. അമ്മ വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര പിന്നെ സങ്കടം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊരു വഴിത്തിരിവായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ BCC ലീഡറുമായിട്ട് അന്ന് വൈകുന്നേരം ചെന്ന് സംസാരിച്ചു. അപ്പോൾ BCC ലീഡർ ഇങ്ങനെ പറഞ്ഞു നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ അച്ഛനടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ ജ്ഞാനസ്നാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോഴിവർ 34 വർഷമായി ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ പിന്നെ 34 വർഷമായി ജ്ഞാനസ്നാനം എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവരുടെ CSA പള്ളിയിൽ ചെന്ന് ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും മോളെ ഒരാഴ്ചത്തെ ക്ലാസ്സിന് നിങ്ങൾ പോകണം, ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ആദ്യ കുർബാന സ്വീകരണം തരാമെന്ന്. അങ്ങനെ ആ മാസം തന്നെ അവസാനത്തെ ഒരാഴ്ച ചെന്ന് പിന്നെ അമ്മ ചെന്ന് ആദ്യ കുർബാന ക്ലാസ്സിൽ പങ്കെടുക്കുകയും 26-ാം തീയതി ജനുവരി 26-ാം തീയതി അമ്മയ്ക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നതെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ തന്നെ ഒരു സമാധാനമൊക്കെ ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുമായിരുന്നു അവൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട സമയത്ത് അന്നേപ്പം പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ അവളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി. ഇപ്പോൾ നല്ലൊരു കുടുംബമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടിൽ നാത്തൂനുമായിരുന്നാലും അവളുടെ മക്കൾക്കായിരുന്നാലും ഒക്കെ എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും പിന്നെ അമ്മ തന്നെ വീട്ടിൽ വരുമ്പോൾ ഉടമ്പടി തൈലവും പിന്നെ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആ പിള്ളേർക്ക് അങ്ങനെ അടിക്കടിയുള്ള ഒരു അസുഖവും വരത്തില്ലായിരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ മകന് അത് പെട്ടെന്നൊരു ദിവസം പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു, നൈറ്റ് ക്ലാസ്സിന് വന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഈ കുഞ്ഞ് പിന്നെ നൈറ്റ് ക്ലാസ്സാണ്, രാത്രിയാണ് 10, 11, 12 മണിയൊക്കെ ആവും ചിലപ്പോൾ വരുമ്പോൾ. അപ്പോൾ ഈ കുഞ്ഞ് ഒരു ദിവസം രാത്രി കൂട്ടുകാരനായിട്ട് വന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് പിന്നീട് അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ രാത്രിയിൽ പോയപ്പോൾ പെട്ടെന്നൊരു ഭയമായിരുന്നു. അങ്ങനെ ആരോടും മിണ്ടത്തില്ലായിരുന്നു, ഉറക്കമില്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ സംഭവമായിരുന്നു. അപ്പോൾ 2 ആഴ്ച ഇതേ തുടർന്ന് അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും എന്നിട്ടും ആ ചേച്ചി വിളിച്ച് പറഞ്ഞു കുഞ്ഞമ്മ ഇതുപോലെ സുഖമില്ല, കുഞ്ഞിന് പിന്നെ പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പോഴമ്മ പറഞ്ഞു നിങ്ങൾ എന്നാണ് വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന്. അപ്പോഴവൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഡേറ്റും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ ഞാനും അമ്മയും കൂടെ തന്നെയാണ് വീട്ടിൽ പോയി ജപമാല പറയുകയും അമ്മ ഉടമ്പടി തൈലവും പിന്നെ ഇട്ട് കൊടുക്കുകയും ഉപ്പ് അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവനെ കുളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ അവന് പിന്നെ കുറേയൊക്കെ സുഖമായിട്ട് അപ്പോഴേ അമ്മ പറഞ്ഞു, കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു നീ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. കുഞ്ഞമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴാ കുഞ്ഞിന് പൂർണ്ണമായിട്ടും സുഖം കിട്ടി. ഇപ്പോഴും നല്ല പയ്യനായിട്ടാണ് അവന് നടക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു 2 പയ്യന്മാർക്ക്, എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും സനൽ എന്ന് പറയുന്ന ചേട്ടന് 40 വയസ്സും പ്രജീഷ് എന്ന് പറയുന്ന ചേട്ടന് 35 വയസ്സുമായിരുന്നു. ഇവർക്ക് കല്യാണമൊക്കെ പിന്നെ വിവാഹം വരുന്നുണ്ട്, വിവാഹം അങ്ങനെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ
ഞാൻ പിന്നെ യൂട്യൂബിലൂടെ അന്നേപ്പം ശുശ്രൂഷയിലൂടെ അവർക്ക് വേണ്ടി ഇവിടെ എഴുതിയിടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ രണ്ടുപേർക്കും പത്രവും കൊടുത്തായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം സനൽ എന്ന് പറയുന്ന ചേട്ടന് പിന്നെ ഈ മാസം ആദ്യം കല്യാണമായിരുന്നു. പിന്നെ പ്രജീഷിന് അടുത്ത മാസം 12-ാം തീയതി കല്യാണമൊക്കെ നിശ്ചയിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല തകരാറിലായിരുന്നു. ഞങ്ങൾ കടം വീട്ടുന്നതൊക്കെ തന്നെ ബ്ലൈഡ് എടുത്തും അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ ആ കടം വാങ്ങൽ ബ്ലൈഡ് എടുക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് അന്നുള്ള ചിലവിനെങ്കിലും അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പപ്പയ്ക്ക് കർഷക പെൻഷൻ അത് പിന്നെ ഒരിക്കലും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആധാറൊന്നും ഇല്ലാതിരുന്നു. അങ്ങനെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടാണ് ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒടുവിൽ അത് കിട്ടിയിട്ട് പിന്നീട് പിന്നെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയപ്പോൾ പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞാനും പപ്പയും കൂടെ 2 ദിവസം സ്കൂളിൽ പോയി. പിന്നെ അമ്മയുടെ പത്രമാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എന്നിട്ടും നടന്നില്ല. അപ്പോഴങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ വന്ന് പറഞ്ഞു, പിന്നെ ചേച്ചി പപ്പയ്ക്ക് പെൻഷൻ വേണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മാത്രമായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെന്ന് പിന്നെ വയസ്സ് തെളിയിക്കണ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വാർഡ് മെമ്പറിനെ ഏൽപ്പിക്കുകയും അങ്ങനെ പപ്പയ്ക്ക് പിന്നെ ഇപ്പോഴും കർഷക പെൻഷൻ ലഭിക്കുകയും ചെയ്തു. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള യൂട്യൂബ് കാർഡ് അതാണെങ്കിൽ നഷ്ടപ്പെട്ടു. ഒരു ദിവസം അടുത്തിരുന്ന കാർഡാണ് പെട്ടെന്നവർ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ 1-2 ആഴ്ചയോളം ഇങ്ങനെ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ എന്തായാലും തരും, പിന്നെ അമ്മ വിശ്വസിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇന്നലെയാണ് അത് അമ്മ പറഞ്ഞു ഇത് അലമാരയുടെ ഇടയിലാണ് അത് ഇരുന്നത്. അങ്ങനെ എനിക്ക് അതും ലഭിച്ചു എന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മയ്ക്കും പിന്നെ അമ്മയുടെ ചുണ്ടിലുള്ള മുഴയും പിന്നെ നെഞ്ചിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരേപോലെ ആയിരുന്നു, ഗോലി പോലെ ആയിരുന്നു. പക്ഷേ അമ്മ പിന്നെ എത്ര മരുന്ന് ചെയ്തിട്ടും അത് മാറിയില്ല. ഒടുവിൽ പിന്നെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ ഉപ്പും തേനും തൈലവും കൂടെ പുരട്ടി അങ്ങനെ ഒരു 20-25ഓളം ദിവസം അങ്ങനെ പുരട്ടുകയും അങ്ങനെ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു. കൂടാതെ കാലിലെ വെരിക്കോസ് അതും കുറേ ദിവസം ഉണ്ടായിരുന്നു വെരിക്കോസ്. അങ്ങനെ അതും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് അത് മാറുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ എരമല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ജനുവരി 13-ാം തീയതിയാണ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോളുടെ കാലിൽ മുറിവ് ഉണങ്ങി 1 വർഷത്തോളമായി. അവൾക്ക് ഏത് ആശുപത്രിയിൽ കാണിച്ചിട്ടും അത് മാറാതെ അത് ഇങ്ങനെ പൊട്ടി പഴുക്കുന്നില്ല, ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച സമയത്തായിരുന്നത്. അത് അവൾക്ക് ക്ലാസ്സിൽ പോകാനോ അവിടെ ഇരുന്ന് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന കൂടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പൂർണ്ണമായി അത് മാറുകയും പിന്നീട് ഇതുവരെയായിട്ടും ഈ കാലിലെ മുറിവ് ഉണ്ടായിട്ടില്ല. പിന്നെ നടുവിന് വേദന ഉണ്ടായിരുന്നു. അത് നട്ടെല്ല് വളർന്ന് കീഴ്പോട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയണത്. അത് 100-ൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയില്ലെന്നാണ് പറയണത്. അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. എൻ്റെ മകന് ചെറുതായിട്ട് ഇങ്ങനെ വിക്ക് പോലെ വരുമായിരുന്നു സംസാരിക്കുമ്പോൾ. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഇപ്പം എത്ര വയസ്സായി? അവനിപ്പോൾ 14 വയസ്സായി. അപ്പോൾ എത്ര വർഷമായിട്ടുള്ളതാണത്? സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു. തലടിച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു ചെറുതിലെ. അത് അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഇപ്പം അവന് പൂർണ്ണമായിട്ടും മാറി.
അവനിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും തിരിക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റീത്ത ജോണി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. ദൈവം അതിനെന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, അത് ആക്ച്വലി ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീട് പണിയോടനുബന്ധിച്ച് എനിക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ അത് എന്ത് ചെയ്താൽ നടക്കുന്നില്ലായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. കാരണം അടുത്തുള്ള ബന്ധുക്കൾ തന്നെ ആ സ്ഥലം ആരെങ്കിലും കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. സ്ഥലം 1 ഏക്കർ സ്ഥലം, 1 ഏക്കർ. അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആരെങ്കിലും സ്ഥലം കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും, എല്ലാവരെയും പറഞ്ഞ് വിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വിൽക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനുജത്തി നാട്ടിലുണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി മാതാവിൻ്റെ കാശുരൂപം ആ സ്ഥലത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാനിവിടെ 21 പ്രാവശ്യം, ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടതാണ് ഒരാൾ പറഞ്ഞത്. കാരണം എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോൾ 21 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന്. അപ്പം ഞാൻ 21 പ്രാവശ്യം ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൾ നേർച്ച വസ്തുക്കളായ കാശുരൂപം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു, പ്രാർത്ഥിച്ചു. എന്തോ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ എല്ലാവരെയും വഴക്കുണ്ടാക്കി വിട്ട അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ തന്നെ സ്ഥലം വാങ്ങിച്ചോളാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അത് സോൾവ് ചെയ്തു. ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. അതുപോലെ 2ാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, അതും ഞാൻ ഉടമ്പടി വയ്ക്കാത്ത കാര്യമാണ്. എൻ്റെ മോൻ്റെ ഇൻറ്റേൺഷിപ്പിനൊരു തടസ്സം വന്നു. ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിങ് ഡേ തന്നെ അവന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ്. അതുപോലെ ടെസ്റ്റുകളൊക്കെ അവൻ US പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റുകളൊക്കെ എഴുതി വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും എഴുതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തടസ്സം വന്നു. അപ്പോഴും ഞാൻ 21 പ്രാവശ്യം, എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നപ്പം ഫസ്റ്റ് ഞാൻ 21 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചാണ്, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചാണ് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പിറ്റേ ദിവസം തന്നെ ആ ഇൻറ്റേൺഷിപ്പ് സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവന് ജോലി കിട്ടുകയും ചെയ്തിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ്. അതുപോലെ തന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എൻ്റെ മരുമകൻ്റെ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരിത് വന്നു. അവനും US അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ 21 പ്രാവശ്യം മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്തോ പിറ്റേ ദിവസം അതും ശരിയായി. പിന്നെ ഞങ്ങളുടെ വീട് പണിയാണ്. വീട് പണിത് കഴിഞ്ഞു. അത് വീട് പണിയുടെ സമയത്ത് ഇഷ്ടം പോലെ ടെൻഷനുകളും കോവിഡ് സമയത്തെ പ്രശ്നങ്ങളും അല്ലാതെ ഇഷ്ടം പോലെ സൈഡായിട്ട് ടെൻഷനുകളും. ഞങ്ങൾ വീട് പണിത് ആ വീട്ടിൽ കയറി താമസിക്കുന്ന സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. അപ്പോഴും ഞാൻ ഉടമ്പടി വെച്ച കാര്യമായിരുന്നു. പുരപണി പൂർത്തിയായിട്ട് മാറി താമസിക്കാൻ പറ്റണമെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങളും ടെൻഷനുകളും ഉണ്ടെങ്കിലും കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാലും അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയായി. ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റി. ഇപ്പോൾ സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു. ഇതെല്ലാം നിയോഗത്തിൽ വെച്ച ഈ പുരപണിയും അതുപോലെ മോൻ്റെ ജോലിക്കാരിയും എല്ലാം നിയോഗത്തിൽ വെച്ചതാണ്. അതുപോലെ അവന് ഫസ്റ്റ് അറ്റംപ്റ്റ് H1B വിസയും കിട്ടി. അത് ലോട്ടറിയിലാണ് കിട്ടിയത്. അതും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ്. അത് 2ാമത് പുതുക്കാൻ ഇവിടെ വന്നു നിയോഗത്തിൽ ഞാൻ എഴുതി. പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് കിട്ടി, അറിവ് കിട്ടി അവന് സെലക്റ്റായെന്ന്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും 2ാമത് ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ മാതൃശക്തിയും പ്രത്യേകം ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ദൈവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.